വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന എനർജി. അതിൻ്റെ എനർജിയുടെ പേര് രൂപം നിങ്ങൾ കൊടുക്കുകയാണ്. നിങ്ങൾ എവിടെ ചെന്നാലും എങ്ങനെ ചെല്ലുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. അത് കർമ്മം തന്നെ പിറ്റേ ദിവസം ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറഞ്ഞാൽ നടക്കുമോ? നടക്കില്ല. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമാണ്, 41 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ വ്രതം പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ തമ്മിൽ കണ്ടുകിട്ടും അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണോ. പല പല സേവകളും പല ഇതൊക്കെ ഉണ്ടാവും. അതിലേറ്റവും ശുദ്ധമായ എനർജി, കാര്യം നമുക്ക് ദോഷമില്ലാത്ത എനർജി, വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന എനർജി. അതിൻ്റെ എനർജിയുടെ പേര് രൂപം നിങ്ങൾ കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുത്താൽ ഇങ്ങനെ, വേറെ രൂപത്തിൽ കൊടുത്താൽ അങ്ങനെ. അപ്പോൾ തിരുച്ചെന്തൂരുള്ളതും പഴനിയിലുള്ളതും എല്ലാം മുരുകനാണ്. പക്ഷെ നിങ്ങൾ എവിടെ ചെന്നാലും എങ്ങനെ ചെല്ലുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. പഴനി ചെല്ലുന്നുണ്ട്, ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ പണ്ട് കയറും. ഇപ്പം അത് നിർത്തി. പണ്ട് കുട്ടികളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ നേരെ മുകളിലേക്ക് കയറും പഴനി കാണാനായിട്ട്. അത് കാണാൻ വേണ്ടി പോണ എല്ലാ സ്ഥലവും അല്ല, അത് അറിയാൻ വേണ്ടി പോകണം, അറിവ് തേടി പോണ സ്ഥലമാണ്. അറിവ് എന്ത് തേടിയാണെന്ന് നോക്കണം. അറിവെന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ അറിവാണെന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനം തേടി പോണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. പക്ഷെ ഇതിനൊക്കെ എടുക്കുമ്പോഴും ആ എനർജിക്ക് തോന്നണ്ടേ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. ശരിയല്ലേ? നിങ്ങൾക്കിപ്പോൾ എന്നോട് ചോദിക്കുകയാണ് പൈസ ഒരു 5 ലക്ഷം രൂപ കടം തരുമെന്ന് വെച്ചാൽ എനിക്കും തോന്നണ്ടേ നിങ്ങൾക്ക് തരാൻ, അല്ലേ? എൻ്റെ എന്തെങ്കിലും ആവണ്ടേ, ഇതാകാൻ ശ്രമിക്കൂ. എന്നോട് പലപ്പോഴും കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എൻ്റെ വീട് ജപ്തിയാണ്, മറ്റു പ്രശ്നമാണ്, ഇങ്ങനെ പല പ്രശ്നമുണ്ട്. ഈ പ്രശ്നം ക്രിയേറ്റ് ചെയ്താരാ? അവരുടെ കയ്യിലിരിപ്പാണ്. അത് കർമ്മയാണ്. അത് കർമ്മം തന്നെ പിറ്റേ ദിവസം ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറഞ്ഞാൽ നടക്കുമോ? നടക്കില്ല. പക്ഷെ അത്ഭുതം നടന്നിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. അത് ഞാനൊരു കുട്ടിയുടെ വീട്ടിൽ ഇങ്ങനെ ചെന്നപ്പോൾ തൊട്ടടുത്തൊരു അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്നെ കാണാൻ വന്നാണ്, നമിച്ചൊക്കെ ഇരുന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എന്തോ ഒരു വിഷമമുണ്ടല്ലോ, പറയാൻ വിഷമമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ കുറച്ച് വിഷമത്തിലാണ്. ഞാൻ പറഞ്ഞു, കൂടുതലൊന്നും പറയണ്ട, ഒരു 41 ദിവസം വ്രതം എടുത്തോളം പറഞ്ഞു. 41 ദിവസം വ്രതം എടുത്തപ്പോൾ ആ വ്രതം എടുത്തപ്പോൾ എന്തിനാണ് ഏതിനാണെന്ന് പോലും ഇവരെന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമാണ്, 41 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ വ്രതം പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ തമ്മിൽ കണ്ടുകിട്ടും അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണെന്ന് പറഞ്ഞു. 41 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിളി. അവിടെ നിന്ന് എനിക്ക് എന്തോ ഒരു കാര്യമായിട്ട്, എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഭയങ്കര ദൂരം. ഞാൻ വണ്ടി എടുത്ത് ചെന്ന് കഴിയുമ്പോൾ വൈകിട്ട് ഞാൻ ഇവരെന്നെ കാണുകയും അത്ഭുതപ്പെടുകയും ചെയ്യും. കാരണം ഇവരുടെ വീട്ടിലല്ല ഞാൻ ചെല്ലേണ്ടത്, തൊട്ടടുത്ത വീട്ടിലാണ്.